Friends, welcome back to our channel Wealthy Life. 24 ഡിസംബർ 2020 ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. കാരണം IPOയ്ക്ക് ശേഷം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ദിവസമായിരുന്നു 24 ഡിസംബർ 2020. IPO പ്രൈസ് 288 രൂപയായിട്ടുള്ള ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത് 501 രൂപയ്ക്കാണ്. അതായത് പ്രീമിയം നമ്മൾ നോക്കുകയാണെങ്കിൽ 74% പ്രീമിയത്തോടു കൂടിയാണ് ഈ സ്റ്റോക്ക് ലിസ്റ്റഡ് ആയത്. അതിനുശേഷം സ്റ്റോക്കിൻ്റെ ഇൻട്രാഡേ ഹൈ നോക്കുകയാണെങ്കിൽ 601 രൂപയായിരുന്നു സ്റ്റോക്കിൻ്റെ ഇൻട്രാഡേ ഹൈ. അതായത് ഈ സ്റ്റോക്ക് 108% റിട്ടേൺ ആണ് ഈ സ്റ്റോക്കിൻ്റെ ഇൻട്രാഡേ ഹൈയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തവർക്ക് കിട്ടിയത്. ഇനി സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 592 രൂപ. അതായത് 288 രൂപ 592 രൂപയിൽ നിന്നും കുറയ്ക്കുകയാണെങ്കിൽ 304 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് ഈ സ്റ്റോക്ക് ക്ലോസിംഗ് പ്രൈസിൽ സെല്ല് ചെയ്തവർക്ക് കിട്ടിയ പ്രോഫിറ്റ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ റിട്ടേൺ തന്ന ഒരു IPO ആണെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ബമ്പർ റിട്ടേൺ തന്ന IPO ആണെന്ന് നമ്മൾക്ക് കണക്കാക്കാം. അതിൻ്റെ പിന്നിലെ റീസൺ നോക്കുകയാണെങ്കിൽ ഈ IPOയുടെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് തന്നെയായിരുന്നു. അതായത് 198 ടൈംസ് ആയിരുന്നു ഈ IPO സബ്സ്ക്രൈബ് ആയത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത IPO ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്ന IPO അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലിസ്റ്റിംഗ് ഗെയിൻ തന്ന IPO ഇതല്ല. കാരണം നമ്മൾ റീസെൻ്റ്ലി 2-3 മാസത്തിന് മുൻപേ കണ്ടതാണ് കെംഗോൺ IPOയും അതുപോലെ തന്നെ ഹാപ്പിയസ്റ്റ് മൈൻഡ് IPOയും. ഈ രണ്ട് IPOയും ഏകദേശം 115% അതുപോലെ തന്നെ 111% ലിസ്റ്റിംഗ് ഗെയിൻ തന്നതാണ്. ഈ IPOകളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മൾക്കുണ്ട്. ഈ അവസരത്തിൽ ഈ IPO അലോട്ടായ നമ്മൾ ഈ IPOയിൽ കണ്ടിന്യൂ ചെയ്യണമോ അതോ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യണമോ, അല്ലെങ്കിൽ ഈ IPO ലഭിക്കാത്തവർ ഈ IPOയിലേക്ക് അല്ലെങ്കിൽ ഈ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമോ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി അനലൈസിസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി ആദ്യം നമ്മൾക്ക് എക്സ്പെർട്സിൻ്റെ ഒപ്പീനിയൻ നോക്കാം. എക്സ്പെർട്സിൻ്റെ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് ഉറപ്പായിട്ടും ഈ IPOയിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യണം എന്നാണ് എക്സ്പെർട്സ് പറയുന്നത്. കാരണം 60% മുതൽ 70% വരെ IPOയിൽ നിന്നും ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയാൽ അത് ഷോർട്ട് ടൈം ടാർഗറ്റോട് നോക്കുകയാണെങ്കിൽ അത് NF ആണ്. അതുകൊണ്ട് ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ IPOയിൽ നിന്നും ഈ സ്റ്റോക്കിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാം. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതിൻ്റെ പിന്നിലെ റീസൺ നോക്കുകയാണെങ്കിൽ ഒന്ന്, ഇന്ത്യയുടെ ബേക്കറി സെക്ഷനിൽ ഉണ്ടാകാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ഗ്രോത്ത് ആണ്. ഏകദേശം 20%-ഓളം ഗ്രോത്ത് ഇന്ത്യൻ ബേക്കറി സെക്ഷനിൽ ഉണ്ടാകും എന്നുള്ള ഒരു എക്സ്പെക്റ്റാണ് അനലിസ്റ്റുകൾക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റ്ലി കണ്ടതാണ്, അതായത് ബർഗർ കിങ്ങിൻ്റെ IPO വന്നു. ബർഗർ കിങ്ങിൻ്റെ IPOയിലെ പ്രധാനപ്പെട്ട റീസൺ നോക്കുകയാണെങ്കിൽ ഒന്ന്, അതിൻ്റെ ദേ വാണ്ട് ടു എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ദെയർ നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആ കമ്പനി അതിൻ്റെ ഔട്ട്ലെറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് IPO കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മക്ഡൊണാൾഡും അവരുടെ ഔട്ട്ലെറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകളെല്ലാം ഇന്ത്യയിൽ അവരുടെ ശൃംഖല വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബെക്ടേഴ്സ് ഫുഡ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ബിസ്ക്കറ്റ്, ബൺ, കുക്കീസ് തുടങ്ങിയ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകും എന്നാണ് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനുള്ള ഒപ്പീനിയൻ. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, അതായത് ഈ കമ്പനിയുടെ മാനേജേഴ്സിൻ്റെ എക്സ്പെർട്ടീസ് ആണ്. അതായത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ബേക്കറി സെക്ടറിൽ ഉള്ള പ്രൊമോട്ടേഴ്സാണ് ഈ കമ്പനിക്കുള്ളത്. അവർ മാർക്കറ്റിൽ നിന്നും കമ്പനി കഴിഞ്ഞ ഫിനാൻഷ്യൽ സെക്ഷനിൽ നല്ല ഒരു ബെറ്റർ ഗെയിൻ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ബിസ്ക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പാർലേജിയാണ് ബിസ്ക്കറ്റ് ഷെയറിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒന്നാമത് നിൽക്കുന്ന കമ്പനി. അതിനുശേഷം നിൽക്കുന്ന കമ്പനി ബ്രിട്ടാനിയയാണ്. മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ ക്രെമിക്ക അല്ലെങ്കിൽ ബെക്ടേഴ്സിന് അത്ര വലിയ മാർക്കറ്റ് ഷെയർ ഇല്ല, പക്ഷേ ഇവരുടെ പ്രോഡക്റ്റ് വളരെ പോപ്പുലർ ആണ്. ഇതും ഈ കമ്പനിയിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് കണ്ടിന്യൂ ചെയ്യുന്നതിന് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനുള്ള സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞു. ഇനി ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞു. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഇത്രയും വലിയ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയ ഒരു IPOയിൽ നിന്നും ഉറപ്പായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതിനുള്ള റീസൺ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ IPOയിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിന്
എനിക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിന് എനിക്ക് വലിയ ഓപ്പർച്യൂണിറ്റി ഒന്നും കാണുന്നില്ല. അതിൻ്റെ പിന്നിലെ റീസൺ നോക്കുകയാണെങ്കിൽ, ഒന്ന് പ്രീവിയസ് IPOകളിൽ നിന്നും നമ്മൾക്ക് കിട്ടിയ എക്സ്പീരിയൻസും, രണ്ടാമത്തേത് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനുമാണ്. ഈ റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ IPOയിൽ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിന് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ളവരാണെങ്കിൽ കൂടിയും കുറച്ച് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ബെക്ടേഴ്സ് IPOയുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. വാല്യുവേഷൻ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, PE എന്ന് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏണിംഗ് പെർ ഷെയർ ആണ്. ബെക്ടേഴ്സിൻ്റെ ഏണിംഗ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ ട്രെയിലിംഗ് ഏണിംഗ് പെർ ഷെയർ ഏകദേശം 11 രൂപയ്ക്കും 12 രൂപയ്ക്കും ഇടയ്ക്കാണ്. അതായത് 11 രൂപ നമ്മൾക്ക് ബെക്ടേഴ്സിൻ്റെ ട്രെയിലിംഗ് ഏണിംഗ് പെർ ഷെയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ IPO സമയത്ത് 288 രൂപയായിരുന്നു കറണ്ട് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. അതായത് 288 ഡിവൈഡഡ് ബൈ 11 ഏകദേശം 27 രൂപയോളം വരും. 27 രൂപയായിരുന്നു ഈ കമ്പനിയുടെ PE. ഇനി ഇപ്പോഴത്തെ ലിസ്റ്റിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 592 രൂപയാണ് കമ്പനിയുടെ ലിസ്റ്റിംഗ് പ്രൈസ്. അതായത് 592 ഡിവൈഡഡ് ബൈ 11 ഏകദേശം 57.2 ആയിരിക്കും കമ്പനിയുടെ PE. അതായത് ഈ കമ്പനിയുടെ PE ഇപ്പോൾ മുമ്പത്തെ IPOയുടെ ലെവലിലെ PEയേക്കാൾ ഡബിൾ ആയിരിക്കുന്നു. അതായത് ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ വളരെയധികം കൂടിയിരിക്കുന്നു. അപ്പോൾ IPO പ്രൈസിൽ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്തവർക്ക് കണ്ടിന്യൂ ചെയ്യാം, കാരണം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ വളരെ ഹൈ ആണ്. ഇനി ഇത്രയും വലിയ വാല്യുവേഷനുള്ള ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്താൽ എന്താണ് ദോഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ, മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ഓവർ വാല്യുവേറ്റഡ് സ്റ്റോക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ അത് അഫക്റ്റ് ചെയ്യുന്നത്. ഏറ്റവും വലിയ രീതിയിൽ കറക്റ്റ് ആകാൻ പോകുന്നതും ഓവർ വാല്യുവേറ്റഡ് സ്റ്റോക്കാണ്. രണ്ടാമത്, ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ അസറ്റ്സും റവന്യൂവും വർദ്ധിക്കുന്നുണ്ടെങ്കിലും പ്രോഫിറ്റിൽ ഒരു സ്ലഗിഷ് പെർഫോമൻസ് തന്നെയാണ്. മൂന്നാമത്തേത്, മാർക്കറ്റിൽ ഉള്ള കോമ്പറ്റീഷൻ. അതായത് FMCG സെക്ടർ വളരെ അട്രാക്റ്റീവ് ആണെങ്കിലും ലോക്കൽ ലെവലിലുള്ള കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഈ 3 നെഗറ്റീവ് ഫാക്ടറുകൾ കൂടി കൺസിഡർ ചെയ്യാനുണ്ട്. നാലാമത്തെ കാര്യം, ഇതൊരു മാർക്കറ്റ് ലീഡർ കമ്പനിയോ അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ കമ്പനിയോ അല്ല. പകരം ഇതൊരു ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഇതൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് കമ്പനി തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട നമ്മൾക്ക് അതിനുള്ള കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ കമ്പനിയെ അതിൻ്റെ പിയർ ഗ്രൂപ്പുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് ബെക്ടേഴ്സ് ഫുഡിനെ ബിസ്ക്കറ്റ് സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയായ ബ്രിട്ടാനിയയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ആൾറെഡി നമുക്കെല്ലാവർക്കും അറിയാം പാർലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് അല്ല. പകരം ബെക്ടേഴ്സിനെ ബ്രിട്ടാനിയയുമായിട്ട്, ബിസ്ക്കറ്റ് സെക്ടറിലെ ബ്രിട്ടാനിയയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ബെക്ടേഴ്സിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 3402, സ്മാൾ ക്യാപ്പാണ്. ബ്രിട്ടാനിയ 87,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. കൂടാതെ PE നോക്കുകയാണെങ്കിൽ ബെക്ടേഴ്സിൻ്റെ PE നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് 57, ബ്രിട്ടാനിയയുടെ PE 48. അതായത് വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയയുടെ ഷെയർ സ്റ്റിൽ വാല്യൂബിൾ ആണ്, അല്ലെങ്കിൽ ഓൺ വാല്യൂ ബെക്ടേഴ്സിനേക്കാൾ മെച്ചമാണ്. ഇനി PB നോക്കുകയാണെങ്കിൽ PB ബെക്ടേഴ്സിൻ്റെ 11ഉം ബ്രിട്ടാനിയയുടെ 19ഉമാണ്. ROE നോക്കുകയാണെങ്കിൽ ബെക്ടേഴ്സിൻ്റെ 1.67ഉം ബ്രിട്ടാനിയയുടെ 31ഉമാണ്. അതായത് നമ്മൾക്കറിയാം റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ എത്ര കൺസിഡറബിൾ ഡിഫറൻസ് ആണ് ഈ രണ്ട് കമ്പനിക്കും ഇടയിലുള്ളതെന്ന് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും ബെക്ടേഴ്സിൻ്റെ പ്രോഫിറ്റ് 10 കോടിയായിരുന്നപ്പോൾ ബ്രിട്ടാനിയയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 1390 കോടിയാണ്. ഡിവിഡൻഡ് ഹിസ്റ്ററി നോക്കിയാലും ബ്രിട്ടാനിയ ബെക്ടേഴ്സിനേക്കാൾ വളരെ നല്ല രീതിയിൽ ഡിവിഡൻഡ് തരുന്ന ഒരു കമ്പനിയാണ്. കൂടാതെ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിലും ഇതൊരു ലീഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇതേ ഒരു കറണ്ട് പ്രൈസിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ബെക്ടേഴ്സിൽ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നവർ ബെക്ടേഴ്സിന് പകരം ഈ സെക്ടറിലെ മാർക്കറ്റ് ലീഡറായിട്ടുള്ള ബ്രിട്ടാനിയയിലോ അല്ലെങ്കിൽ നെസ്ലെയിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ നമ്മൾക്ക് നേടാം എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ കമ്പനിയെ ജൂബിലൻറ്റ് ഫുഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ PEയുടെ കാര്യത്തിൽ വളരെ വലിയ ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കും. കാരണം ജൂബിലൻറ്റ് ഫുഡിൻ്റെ PE വളരെ കൂടുതലാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുള്ള പ്രധാനപ്പെട്ട ജൂബിലൻറ്റ് ഫുഡ് എന്നിട്ടും ആളുകൾ സെലക്ട് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ജൂബിലൻറ്റ് ഫുഡിൻ്റെ പോപ്പുലാരിറ്റി തന്നെയാണ്. അതായത് അവരുടെ യുണീക്ക് പ്രോഡക്റ്റ് ആയിട്ടുള്ള പിസയുടെ പോപ്പുലാരിറ്റിയാണ് ജൂബിലൻറ്റ് ഫുഡിനെ ആ ലെവലിൽ എത്തിച്ചത്. അതായത് ഒന്നുകിൽ കമ്പനിയുടെ ബിസിനസ് മോഡൽ എക്സെപ്ഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ വാല്യുവേഷൻ എക്സെപ്ഷണൽ ആയിരിക്കണം. ഈ രണ്ട് പാരാമീറ്റേഴ്സ് മാച്ച് ആവാത്തിടത്തോളം കാലം ഒരു വാല്യുവേഷൻ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.